അധികാരത്തിൽ വന്നാൽ ആഭ്യന്തര വകുപ്പ് ജമാഅത്തെ ഇസ്ലാമിക്ക് നൽകേണ്ടി വരുമെന്നും മാറാട് കലാപം ആവർത്തിക്കുമെന്നുമുള്ള AK ബാലന്റെ പ്രസ്താവനയെ പിന്തുണച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ വർഗീയത പറയുന്നവർ ആരായാലും അവരെ എതിർക്കുമെന്നും കേരളത്തിന്റെ പഴയകാല അനുഭവങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ബാലൻ സംസാരിച്ചതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേരളത്തിന്റെ മുൻകാല അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ വർഗീയ ധ്രുവീകരണം എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വ്യക്തമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട് പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടുകൾക്കായി സംസ്ഥാന കമ്മിറ്റി സ്വരൂപിച്ച 1,05,00,000 രൂപ KPCC ഭവന നിർമ്മാണ ഫണ്ടിലേക്ക് കൈമാറുമെന്ന് യൂത്ത് കോൺഗ്രസ് അറിയിച്ചു. കൊച്ചിയിൽ ചേർന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. സംസ്ഥാന സർക്കാരിന്റെ ഭരണപരാജയം, ശബരിമല സ്വർണ്ണക്കൊള്ള, തൊഴിലില്ലായ്മ വിഷയങ്ങളിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളിലേക്ക് കടക്കാനും സംഘടന തീരുമാനിച്ചു. PSCയെയും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെയും നോക്കുകുത്തിയാക്കി താൽക്കാലിക ജീവനക്കാരെയും ഓണറേറിയം അടിസ്ഥാനത്തിലും കരാർ അടിസ്ഥാനത്തിലും പ്രവർത്തിക്കുന്ന ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള സർക്കാർ തീരുമാനത്തെ നിയമപരമായി നേരിടുമെന്നും നേതാക്കൾ അറിയിച്ചു. ഇന്ത്യയിൽ നടക്കുന്ന ലഹരിക്കടത്തിന്റെ പ്രധാന കണ്ണിയെന്ന് വിശേഷിപ്പിക്കാവുന്ന നൈജീരിയൻ സ്വദേശിയെ നൂർനാട് പോലീസ് അറസ്റ്റ് ചെയ്തു. നൈജീരിയയിലെ കോങ്കി സംസ്ഥാനത്ത് ലെഗോജിയോ വില്ലേജിൻ ഏക അഡാഗു അക്നെ എന്ന സ്ഥലവാസിയായ മുഹമ്മദ് ജാമിയു അബ്ദുറഹീമിനെയാണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഒക്ടോബറിൽ നൂർനാട് പടനിലത്ത് ജിംനേഷ്യം നടത്തിയിരുന്ന അഖിൽരാജ് ജി എന്ന യുവാവിന്റെ വീട്ടിൽ നിന്നും 50 ഗ്രാം MDMA കണ്ടെടുത്തതാണ് വൻ വഴിത്തിരിവുണ്ടാക്കിയത്. ബംഗാൾ ഉൾക്കടലിലെ അതിതീവ്ര ന്യൂനമർദ്ദത്തിനൊപ്പം അറബിക്കടലിന് മുകളിൽ ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നതും കേരളത്തിലെ മഴ സാഹചര്യം ശക്തമാക്കിയിട്ടുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് പ്രകാരം ഇന്നു മുതൽ ജനുവരി 12 വരെ 5 ദിവസം കേരളത്തിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കോൺഗ്രസ് കടക്കുന്നു. ഇതിന്റെ ഭാഗമായുള്ള ചർച്ചകൾ വരും ദിവസങ്ങളിൽ നടക്കും. സംസ്ഥാനത്തിന് ചുമതലയുള്ള AICC സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാൻ മധുസൂദൻ മിസ്ത്രി 13, 14 തീയതികളിൽ തിരുവനന്തപുരത്തുണ്ടാവും. ഈ ദിവസങ്ങളിൽ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തും. ആദ്യ പട്ടിക ഈ മാസം തന്നെ പുറത്തിറക്കാനാണ് ആലോചിക്കുന്നത്. നിരീക്ഷകരും 2 ആഴ്ചയ്ക്കുള്ളിൽ സംസ്ഥാനത്തെത്തും. ചാനൽ ചർച്ചകളിലെ സജീവ ഇടതുപക്ഷം റെജി ലൂക്കോസ് BJPയിലേക്ക്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അംഗത്വം നൽകി. ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. ദ്രവിച്ച ആശയങ്ങൾക്ക് ഇനി പ്രസക്തിയില്ലെന്നും BJPയുടെ വികസന ആശയങ്ങളിൽ പ്രതീക്ഷയുണ്ടെന്നും റെജി ലൂക്കോസ് പറഞ്ഞു. ആശയപരമായി രാഷ്ട്രീയ യുദ്ധത്തിലുള്ള സാഹചര്യം ഇപ്പോൾ കേരളത്തിലില്ല. യുവാക്കൾ നാടുവിടുന്നു. അങ്ങനെ പോയാൽ കേരളം വൃദ്ധാലയമാകും. BJPയുടെ വികസന ആശയങ്ങളിൽ പ്രതീക്ഷയുണ്ടെന്ന് പറഞ്ഞ റെജി ലൂക്കോസ് ഇനി മുതൽ ശബ്ദിക്കുന്നത് BJPക്ക് വേണ്ടി മാത്രമെന്നും വ്യക്തമാക്കി. മിമിക്രി കലാകാരനും നടനുമായ രഘു കളമശ്ശേരി അന്തരിച്ചു. ഹൃദയസംബന്ധമായ അസുഖത്തെ തുടർന്നാണ് അന്ത്യം സംഭവിച്ചത്. കടവന്തറ ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. ഹാസ്യപരമ്പരയായ സിനിമാലയിൽ ഉമ്മൻചാണ്ടിയുടെ അപരനായാണ് രഘു പ്രശസ്തനായത്. ഇതിനു പുറമെ നിരവധി സ്റ്റേജ് ഷോകളിലും ഉമ്മൻചാണ്ടിയുടെ അപരനായി രഘു തിളങ്ങിയിരുന്നു. PS രഘു എന്നാണ് മുഴുവൻ പേര്. കളമശ്ശേരി നേവൽ ബേസിലെ ഉദ്യോഗസ്ഥനായിരുന്നു രഘു. പാലക്കാട് BJP സ്ഥാനാർത്ഥിയായി നടൻ ഉണ്ണി മുകുന്ദൻ അടക്കമുള്ള പ്രമുഖരെ പരിഗണിക്കാൻ സാധ്യത. പാർട്ടിയുടെ പ്രാഥമിക പരിശോധനയിൽ ഉണ്ണി മുകുന്ദന് വിജയസാധ്യതയെന്ന് വിലയിരുത്തലുണ്ട്. K സുരേന്ദ്രൻ, പ്രശാന്ത് ശിവൻ, അഡ്വക്കേറ്റ് E കൃഷ്ണദാസ് എന്നിവരുടെ പേരും പരിഗണനയിലുണ്ട്. അതേസമയം ശോഭാ സുരേന്ദ്രന്റെ പാലക്കാട് താല്പര്യമില്ലെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. തൊണ്ടിമുതൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട ആന്റണി രാജു അയോഗ്യനാക്കിയതോടെ തിരുവനന്തപുരം മണ്ഡലത്തിൽ ഉചിതമായ സ്ഥാനാർത്ഥിയെ കിട്ടാതെ ജനാധിപത്യ കേരള കോൺഗ്രസ്. സീറ്റിനായി LDFൽ കേരള കോൺഗ്രസ് എമ്മും UDFൽ CMPയും അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ മത്സര രംഗത്തേക്ക് ആരൊക്കെ എന്ന ചർച്ചകൾ സജീവമാണ്. ഏപ്രിൽ 2-ാം വാരമായിരിക്കും കേരളത്തിൽ തെരഞ്ഞെടുപ്പെന്നാണ് സൂചന. മുതിർന്ന പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചു. പൂനെയിൽ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. ഇന്ത്യയിലെ അടിസ്ഥാന പരിസ്ഥിതിവാദത്തിന് രൂപം നൽകിയ ശാസ്ത്രജ്ഞനാണ് മാധവ് ഗാഡ്ഗിൽ. പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണത്തിനു വേണ്ടിയുള്ള ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നിരവധി വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു.